നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീടിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. വനംവകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായ അനുചിതമല്ലാത്ത പ്രസ്താവനകൾ അത് പിൻവലിച്ച് മന്ത്രി മാപ്പ് പറയണം, എന്നാൽ മാത്രമേ രാധയുടെ വീട്ടിനകത്തേക്ക് മന്ത്രിയെ കയറ്റുകയുള്ളൂ എന്നുള്ള നിലപാടിലാണ് ഉറച്ചു നിൽക്കുകയാണ് അവിടെയുള്ള പ്രദേശവാസികൾ. വലിയ പ്രക്ഷോഭം, വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കാണുന്നത്. മന്ത്രിയുടെ കാർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് പെടാപ്പാട് പെടുകയാണ് മന്ത്രിയെ അകത്തേക്ക് കയറ്റാൻ. നമുക്കറിയാം, ഈ കടുവയെ പിടികൂടുന്നതിന്റെ ഭാഗമായി അവിടെ 4 ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിരോധനാജ്ഞ നിലനിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഈ ആളുകൾ ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുള്ളത്. അവരെ വളരെ പാടുപെട്ടാണ് അവിടെയുള്ള പ്രതിഷേധിക്കുന്ന ആളുകളെ പോലീസ് മാറ്റുന്നത്. പക്ഷേ എന്നിട്ടും പോലീസിന് ആളുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മന്ത്രിയുടെ വാഹനത്തിന് ഒരു അടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. ആ രീതിയിലുള്ള പ്രതിഷേധം, പ്രക്ഷോഭം, സമരമാണ് ഇപ്പോൾ. ഒരു വലിയ സമരമുഖമാണ് രാധയുടെ വീടിന് മുന്നിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് മന്ത്രി എത്തുമെന്നറിഞ്ഞ് അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുകയായിരുന്നു. മന്ത്രി മാപ്പ് പറയാതെ വീട്ടിനകത്തേക്ക് കയറ്റില്ല എന്നുള്ള ഒരു ശക്തമായ നിലപാടിലാണ് അവിടെയുള്ള പ്രദേശവാസികൾ. സാരംഗ് സുരേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സാരംഗ്, മന്ത്രിക്ക് അകത്തേക്ക് കയറാൻ പറ്റുമോ? പ്രദേശവാസികളെ മാറ്റാൻ കഴിയുന്നുണ്ടോ പോലീസിന്? മന്ത്രിക്ക് ഒരടി കൂടി എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ്, അവർ സാധാരണക്കാരാണ്. അവർ തന്നെയാണ് അവരുടെ കൂട്ടത്തിലൊരാൾക്ക് ഇത്തരത്തിലൊരു ദാരുണാവസ്ഥയുണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അവർ നേരത്തെ പറയുന്നുണ്ട്, മന്ത്രിയെ യാതൊരു തരത്തിൽ ശാരീരികമായി ആക്രമിക്കുകയോ അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുകയോ കല്ലെറിയുകയോ ഒന്നും തന്നെ തങ്ങളുടെ രീതിയല്ല. പക്ഷേ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില തെറ്റായ പ്രസ്താവനകളുണ്ട്. ഈ സമരം, ഇവിടെ നടക്കുന്ന പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്രക്ഷോഭങ്ങളാണ് എന്തായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, രാധ വനത്തിനകത്ത് പ്രവേശിച്ച സമയത്താണ് കടുവയുടെ ആക്രമണത്തിന് ഇരയായത് എന്നതായിരുന്നു മറ്റൊന്ന്. അപ്പോൾ ഈ 2 പ്രസ്താവനകളിൽ നിന്നും മന്ത്രി നിരുപാധികം മാപ്പ് പറഞ്ഞ് പിന്നോട്ട് പോകണം. തനിക്ക് മാപ്പ് പറ്റി താൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന ഒരു വാക്ക് രാധയുടെ കുടുംബത്തിനോടും നാട്ടുകാരോടും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുള്ളൂ. വലിയ പോലീസ് സന്നാഹം അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാരും അവിടെ തടിച്ചു കൂടുകയാണ്. മന്ത്രി മാപ്പ് പറയാതെ രാധയുടെ വീട്ടിനകത്തേക്ക് മന്ത്രിയെ കയറ്റില്ല എന്നുറച്ച നിലപാടിലാണ്.